ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? ലാപ്ലേസിൻ്റെ ചാപ്റ്ററായിരുന്നു. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റിലുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാമിന് ഇതുവരെ എല്ലാ ഇയറിലും 10 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 20 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇതിന് മുന്നേ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അത് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. അതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഏത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് വരാം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ പറ്റിയാണ് അല്ലേ. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട്, ഇതൊക്കെയായിരുന്നു നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്? സെക്കൻഡ് ചാപ്റ്ററിൽ. എന്നാൽ ഈ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഹയർ ഓർഡർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ പറ്റിയാണ്. ഒരു ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെറിവേറ്റീവ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡെറിവേറ്റീവ്സ്? വൈ ഡാഷ്, വൈ ഡബിൾ ഡാഷ്, അല്ലെങ്കിൽ ഇതിന് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്നും പറയാം. ഇതിനെങ്ങനെ പറയാം? ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ എന്നും പറയാം. അപ്പം ഇങ്ങനെ ഒരുപാട് ഡെറിവേറ്റീവ്സ് ഉണ്ട് അല്ലേ, വൈ ട്രിപ്പിൾ ഡാഷ് അങ്ങനെ പോകും. അപ്പം ഇങ്ങനെയുള്ള ഡെറിവേറ്റീവ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0, ഇവിടെ ഒരു ഡെറിവേറ്റീവ്സ് ഉണ്ട്. വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0, ഇവിടെ 2 ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡെറിവേറ്റീവ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇതിലെന്താണ് ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്? അപ്പം ഇത് ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്? ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. കാരണം ഇവിടെ ഏതാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അതായത് ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ്? 1 ആണ്. ഇനി ഇത് ഏതാണ്? സെക്കൻഡ് ഓർഡറാണ്. കാരണം ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? 2 ആണ്. ഇനി ഇതേതാണ്? തേർഡ് ഓർഡറാണ്. ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ്? 3rd ആണ്. അപ്പം ഇതാണ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചു. ഇനി അതിൽ കൂടുതൽ ഓർഡർ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നോക്കാം. നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എവിടെ പഠിച്ചിട്ടുണ്ട്? സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇതാണ്: വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. എന്താ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? എപ്പോഴും നിങ്ങൾ ഓർത്തോളുക, വൈ ഡബിൾ ഡാഷ് അല്ലെങ്കിൽ ഇവിടെ ഇതും ലീനിയർ ആണ്, ഇത് ഫസ്റ്റ് ഓർഡർ ആണ്. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും 1 ആയിരിക്കും. ഇതിൻ്റെ കൂടെ ഒന്നും തന്നെ വരാൻ പാടില്ല. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഡെറിവേറ്റീവ്സിൻ്റെ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെ 2ഓ 3ഓ അതിൽ കൂടുതലോ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ലീനിയർ ആവില്ല. ഇതേപോലെ ഇത് എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെ 1 ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. 1ന് പ്രത്യേകം എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എപ്പോഴും അത് 1 ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഓൾറെഡി വൈ ഡാഷ്, വൈ ഡബിൾ ഡാഷ്, വൈ ഒക്കെ വന്നു. ഇനി അതിൻ്റെ കൂടെ വേറൊരു വൈൻ്റെ ടേം വരാൻ പാടില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ലീനിയർ ആണോ എന്ന് നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ലീനിയറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇതാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഇത് ഫസ്റ്റ് ഓർഡറും ഇത് സെക്കൻഡ് ഓർഡറും ആണ്. ഇനി ഞാൻ പറയട്ടെ, ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയാം. ഇനി ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലോ നമുക്കതിനെ എന്തെന്ന് പറയാൻ പറ്റും? നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം.
ഈ ODE എന്ന് എഴുതിയത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കേട്ടോ. എന്തായിരുന്നു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിൽ നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പം ഈ ഇക്വേഷൻ ഈക്വൽ ടു 0 കിട്ടുകയാണെങ്കിൽ അതിനെ ഹോമോജീനിയസ് എന്നും നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ ഹോമോജീനിയസ് എന്നും പറയാം. അത്രേ ഉള്ളൂ. ഇനി മനസ്സിലാക്കേണ്ടത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ, അതായത് 2 ആണെങ്കിൽ അതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടാകും? 2 സൊല്യൂഷൻ ഉണ്ടാകും. അതാണ് ഈ റിമാർക്ക് പറയുന്നത്. ഇനിയിപ്പോൾ 3 ഓർഡർ എങ്കിൽ 3 സൊല്യൂഷൻസ് ഉണ്ടാകും. അതിന് ഞാനൊരു എക്സാമ്പിളും ചെയ്യുന്നുണ്ട്. y" + y = 0. ഇത് നമുക്ക് എന്താണെന്നറിയാം, സെക്കൻഡ് ഓർഡർ ആണെന്നറിയാം അല്ലേ. അപ്പോൾ അതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടാകണം? 2 സൊല്യൂഷൻസ് ഉണ്ടാകണം. cos xഉം sin xഉം ആണ് അതിൻ്റെ സൊല്യൂഷൻ. ഇനി സൊല്യൂഷൻ ആണോ എന്ന് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക? ഇക്വേഷൻ നോക്കുക. ഇതിൽ എന്തൊക്കെ ഉണ്ട്? വൈയും ഉണ്ട്, y" ഉണ്ട്. y ഇതാ cos x ആണെന്നറിയാം. അതായത് ഇവിടെ 2 വൈകൾ തന്നിട്ടുണ്ട്. അതായത് സൊല്യൂഷൻസ് എന്ന് പറയുന്നതാണ് y. ഇതിന് നമുക്ക് y1 ആക്കിയും y2 ആക്കി എടുക്കാം. അപ്പം y നമുക്കറിയാം. ഇനി എന്ത് കണ്ടുപിടിക്കണം? y" കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യം cos x ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് നോക്കാം. അതിന് y1 = ഞാൻ cos x ആക്കി എടുത്തു. ഈ ഇക്വേഷനിൽ നിങ്ങൾ വൈക്ക് പകരം എന്താക്കി കൊടുക്കണം? y1 ആക്കി കൊടുക്കണം. അപ്പോൾ y1 എന്താണ്? cos x ആണ്. ഇനിയോ y1" കാണണ്ടേ? നമുക്കറിയാം y1" കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം? y1 cos xൻ്റെ ഡെറിവേറ്റീവ് -sin x. ഇതിനെ ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y1" കിട്ടും. sin xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. അപ്പം -cos x. അപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുക്കാനുള്ള 2 സാധനങ്ങൾ കിട്ടിയല്ലോ. ഇനി ഞാൻ ഇക്വേഷൻ എടുത്തെഴുതി. y1" നമുക്ക് എന്താ കിട്ടിയത്? -cos x. y1 എന്ത് കിട്ടി? cos x. അപ്പോൾ നിങ്ങൾ നോക്കുക, y1 = cos x ആകുമ്പോൾ അത് ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ കറക്റ്റ് ഇപ്പുറത്ത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തുള്ള 0 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് എന്താണോ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താണ്? സൊല്യൂഷനാണ്. കിട്ടിയില്ലെങ്കിൽ എന്തല്ല? സൊല്യൂഷൻ അല്ല. അതേപോലെ തന്നെ അടുത്ത y2 ആക്കി നമുക്ക് എന്തെടുക്കാം? sin x എടുക്കാം. ഞാൻ y2ൻ്റെ " കാണുന്നു. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എനിക്ക് 0 കിട്ടുന്നു. സോ y2 എന്ത് തന്നെയാണ്? സൊല്യൂഷനാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ എത്ര സൊല്യൂഷൻ ഉണ്ടാകും? 2 സൊല്യൂഷൻ ഉണ്ടാകും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ 2 സൊല്യൂഷനാണ് y1 y2. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനും എന്ത് തന്നെയായിരിക്കും? ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ലീനിയർ കോമ്പിനേഷൻ എന്താണ്? ഇതിനെ രണ്ടിനെയും കൂടി 2 കോൺസ്റ്റൻറ്റിൻ്റെ മൾട്ടിപ്പിൾസ് ആക്കി എഴുതിയിട്ട് ആഡ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പം y1ഉം y2 സൊല്യൂഷൻസ് ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് എന്ത് പറയുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുക, ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ, ഫൈൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പം ജനറൽ സൊല്യൂഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇങ്ങനെയായിരിക്കും വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതായത് കോൺസ്റ്റൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ലീനിയർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് ഓഫ് സൊല്യൂഷൻസ് നോക്കുക. 2 solutions y1 and y2 are linearly dependent on I if and only if there are numbers c1 and c2 not both equal to 0 such that c1 y1 plus c2 y2 equal to 0, c1 not equal to 0, c2 not equal to 0. ഒന്നുമില്ല, 2 സൊല്യൂഷൻസ് y1 y2നെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആകുകയും വേണം. അവിടെ c1ഉം c2ഉം എന്താവുകയും ചെയ്യരുത്? 0 ആവുകയും ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? ഈ 2 സൊല്യൂഷൻ y1 y2നെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയണമെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആകുകയും വേണം. c1 c2 എന്താവുകയും ചെയ്യരുത്? 0 ആകുകയും ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ 0 ആകണം, അതേപോലെ തന്നെ കോൺസ്റ്റൻസ്
സീറോ ആകുകയും വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഡിപ്പെൻഡൻ്റ് ആകുമ്പം ഇതൊരിക്കലും സീറോ ആകാൻ പാടില്ല. അപ്പം നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഞാൻ 2 സൊല്യൂഷൻ എടുക്കാം. y1 ഈക്വൽ ടു എക്സ്, y2 ഈക്വൽ ടു 3x. ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എങ്ങനെയാണ് എഴുതുക? c1y1 പ്ലസ് c2y2 അല്ലേ? ഇതാണ് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു c1x പ്ലസ് c2 3x. ഇപ്പം ഞാൻ പറയുന്നത് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ എപ്പോഴും എന്ത് കിട്ടണം? 0 കിട്ടണം. ഇത് 0 കിട്ടണമെങ്കിൽ 2 വഴികളുണ്ട്. ഒന്ന്, നമുക്ക് c1 ഈക്വൽ ടു 0, c2 ഈക്വൽ ടു 0 കൊടുത്താൽ എന്ത് കിട്ടും? y ഈക്വൽ ടു 0 ഇൻറ്റു എക്സ് പ്ലസ് c2 0 ഇൻറ്റു 3x ഈക്വൽ ടു 0 കിട്ടും. ഇങ്ങനെ c1ഉം c2ഉം 0 ആയി വന്നാൽ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് വിളിക്കാം ഈ 2 y1 y2നെ. ഇനി നിങ്ങൾ നോക്ക്, ഈ c1ഉം c2ഉം എന്താവാൻ പാടില്ല? 0 ആകാൻ പാടില്ല. പക്ഷേ ഇത് 0യും കിട്ടണം. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ കൊടുക്കാം. അതായത് ഞാനിപ്പം c1-ന് ഒരു 3യും c2-ന് ഞാൻ -1ഉം കൊടുത്തു. അപ്പോൾ എന്ത് വരും? y ഈക്വൽ ടു 3x പ്ലസ് c2 എന്താണ്? -1 ഇൻറ്റു 3x ഈക്വൽ ടു എന്ത് കിട്ടും? 3x മൈനസ് 3x ഈക്വൽ ടു 0. അപ്പോൾ രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്ക്, കോൺസ്റ്റൻസിന് 0 ഞാൻ കൊടുത്തില്ല, പക്ഷേ ലീനിയർ കോമ്പിനേഷൻ എനിക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പം ഇങ്ങനെയുള്ള y1 y2നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം. 2 സൊല്യൂഷൻ y1 y2നെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ 0 ആകണം, പക്ഷേ കോൺസ്റ്റൻസ് എന്താവരുത്? 0 ആകരുത്. ഇനി 2 സൊല്യൂഷൻസ് y1 y2നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയണമെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ 0 ആകണം, അവിടെ കോൺസ്റ്റൻസും എന്തായിരിക്കണം? 0 ആകണം. അത്രേ ഉള്ളൂ. ഇനി എന്താണ് വ്രോണസ്കിൻ എന്ന് നോക്കാം. അപ്പം ഇത് എക്സാമിന് ചോദിക്കുന്ന സാധനമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം y1 y2 എന്ന് പറയുന്നത് 2 സൊല്യൂഷൻസ് ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ 2 സൊല്യൂഷൻസ് ആണ് y1 y2. അങ്ങനെയാണെങ്കിൽ വ്രോണസ്കിൻ ഓഫ് y1 ആൻഡ് y2 എന്ന് പറയുന്നത് ഇതാണ്. വ്രോണസ്കിൻ ഓഫ് y1 ആൻഡ് y2 ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അതെന്താണ്? ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കണം. y1 ഡിറ്റർമിനൻറ്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഒരു എക്സാമ്പിൾ ചെയ്യാം. അപ്പോൾ ഞാൻ y1 ഈക്വൽ ടു എക്സും y2 ഈക്വൽ ടു 3x ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ വ്രോണസ്കിൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വ്രോണസ്കിൻ ഓഫ് y1 y2 ഈക്വൽ ടു വ്രോണസ്കിൻ ഓഫ് എക്സ് 3x. നമുക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ എന്തൊക്കെ വേണം? y1 ഡാഷും y2 ഡാഷും വേണം അല്ലേ? നമുക്കറിയാം y1 എന്താണ്? എക്സ് ആണ്. y1 ഡാഷ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. y2 എന്താണ്? 3x ആണ്. y2 ഡാഷ് എക്സിൻ്റെ 3xൻ്റെ ഡെറിവേറ്റീവ് 3. അപ്പോൾ ഇവിടെ ഞാൻ ഓരോന്നിനും ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു? ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് 0 കിട്ടി. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു റിമാർക്ക് നോക്കാം. വ്രോണസ്കിൻ ഈക്വൽ ടു 0 കിട്ടുകയാണെങ്കിൽ y1 y2നെ നമുക്ക് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്നും വ്രോണസ്കിൻ നോട്ട് ഈക്വൽ ടു 0 കിട്ടുകയാണെങ്കിൽ y1 y2നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നും വിളിക്കാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ 2 രീതിയിൽ ചോദിക്കാം. ഒന്നെങ്കിൽ ഫൈൻഡ് വ്രോണസ്കിൻ എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ ചെക്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ 2 സൊല്യൂഷൻസ് തന്നിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? വ്രോണസ്കിൻ കണ്ടുപിടിച്ചാൽ മതി. ഇനി 3 എണ്ണം തരുവാണെങ്കിലും വ്രോണസ്കിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇനി നെക്സ്റ്റ് എന്താണ് ബേസിസ് ഓഫ് സൊല്യൂഷൻസ് നോക്കാം. y1 ആൻഡ് y2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് p of x ഇൻറ്റു y ഡാഷ് പ്ലസ് q of x ഈക്വൽ ടു 0. ദെൻ y1 ആൻഡ് y2 ആർ കോൾഡ് ബേസിസ് ഓഫ് സൊല്യൂഷൻസ്. അതായത് y1 y2 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആണെങ്കിൽ നമുക്കതിനെ ബേസിസ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം.
Verify that the functions y1 equal to x cube, y2 equal to x raised to 4 from a fundamental set of solutions of the differential equation x square y double dash minus 6x y dash plus 12y is equal to 0 on the interval open interval 0, infinity from the general solution. അതായത് ഇവിടെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാ? ഈക്വൽ ടു 0 ആയതുകൊണ്ട് അത് എഴുതാൻ നമുക്കറിയാം ഹോമോജീനിയസ് ആണെന്നറിയാം അല്ലേ. പിന്നെ ഇത് ഏതൊരു ഫോർമാറ്റിലാണ് അത് കിടക്കുന്നത്? ഇതാ ഇവിടെ എക്സ് സ്ക്വയർ ഇല്ല എങ്കിൽ ഇതെന്താണ്? ലീനിയർ ആണ്. അപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല രീതിയിൽ ഇക്വേഷൻസ് തരും. ഈ എക്സ് സ്ക്വയറിന് ഇവിടെ നിന്ന് മാറ്റിയാൽ പോരെ. എക്സ് സ്ക്വയർ ഇല്ലെങ്കിൽ അത് ലീനിയർ അല്ല. അതിനിത് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിക്കോളും? ലീനിയർ ആയിക്കോളും. അപ്പോൾ ഇത് ഓൾറെഡി എന്താണ്? ലീനിയർ ആണ്. അപ്പം ഇതെന്താണ്? ഒരു ലീനിയർ ആയിട്ടുള്ള ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ y1 ആൻഡ് y2 ഫ്രം എ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണോ y1 y2? ഇതാണ് ചോദ്യം. അത് വേരിഫൈ ചെയ്യണം. y1 y2 എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണോ അല്ലയോ എന്ന് വേരിഫൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് എന്താ പറയുന്നത്? ഫ്രം ദ ജനറൽ സൊല്യൂഷൻ. അതായത് ലാസ്റ്റ് നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കണം? ജനറൽ സൊല്യൂഷനും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചെക്ക് ചെയ്യാം. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. y1 എന്താണ് തന്നിട്ടുള്ളത്? എക്സ് ക്യൂബ്. y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 4 ആണ്. തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 6x വൈ ഡാഷ് പ്ലസ് 12y ഈക്വൽ ടു 0. ഇത് രണ്ടും സൊല്യൂഷൻസ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. ഞാൻ ആദ്യം y1 ഈക്വൽ ടു എക്സ് ക്യൂബ് സൊല്യൂഷൻ ആണോ എന്ന് നോക്കാൻ പോവുക. എങ്ങനെയാണ് നോക്കുക? അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എങ്ങനെ എഴുതണം? എക്സ് സ്ക്വയർ y1 ഡബിൾ ഡാഷ്, ഈ y1 ഇവിടെ കൊടുക്കുക, 6x y1 ഡാഷ് പ്ലസ് 12y1 ഈക്വൽ ടു 0. y1 നമുക്കറിയാം, y1 ഡാഷും y1 ഡബിൾ ഡാഷും അറിയില്ല. ഇത് കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്തുള്ളത് എന്താണോ അത് കിട്ടുകയാണെങ്കിൽ ഇതെന്താണ്? സൊല്യൂഷനാണ്. കിട്ടിയില്ലെങ്കിൽ അതെന്തല്ല? സൊല്യൂഷൻ അല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ആദ്യം ഇനി y1 അറിയാം, ഇനി y1 ഡാഷ് വേണം. എന്ന് വെച്ചാൽ y1നെ ഡിഫറൻസിയേഷൻ ചെയ്യുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x സ്ക്വയർ. y1 ഡബിൾ ഡാഷ് എന്താണ്? ഇതാ y1 ഡാഷിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ y1 ഡബിൾ ഡാഷ് കിട്ടും. 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ എന്ത് കിട്ടി? 6x കിട്ടി. ഇനി നമുക്ക് ഇത് മൂന്നും ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1ൽ എക്സ് സ്ക്വയർ ഇൻറ്റു y1 ഡബിൾ ഡാഷ് കണ്ടുപിടിച്ച് വെച്ചു, 6x ആണ്. മൈനസ് 6x ഇൻറ്റു y1 ഡാഷ് എന്താണ്? 3x സ്ക്വയർ പ്ലസ് 12 ഇൻറ്റു y1 എന്താണ്? എക്സ് ക്യൂബ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്താണ്? എക്സ് ക്യൂബ്, മൊത്തം 6x ക്യൂബ്. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്താണ്? എക്സ് ക്യൂബ്. 6 ഇൻറ്റു 3 എന്താണ്? 18x ക്യൂബ് വരും. അപ്പം ഇവിടെ എന്ത് വരും? 12x ക്യൂബ് വരും ഇല്ലേ? ഇനി ഇവിടെ 6x ക്യൂബും ഇവിടെ 18x ക്യൂബും ഉണ്ട്. നമുക്കറിയാം ഒരേ സാധനമാണെങ്കിൽ ഇത് തമ്മിൽ കുറച്ചാൽ മതി അല്ലേ? 5 മിഠായിന്ന് 2 മിഠായി കുറച്ചുകൂടെ നമുക്ക് 3 മിഠായി കിട്ടും. ഈ മിഠായിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? എക്സ് ക്യൂബാണ്. അത്രേ ഉള്ളൂ. ഇവിടെ 6ൽ നിന്നും 18 കുറയ്ക്കേണ്ടത്. ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കുമ്പോൾ മൈനസ് വരും. മൈനസ് 12x ക്യൂബ്. ബാക്കി എന്താ ഉള്ളത്? പ്ലസ് 12x ക്യൂബ്. ഒരേ സാധനം പ്ലസും മൈനസും വന്നാൽ അത് എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഇത് ചെയ്ത സമയത്ത് ഈക്വൽ ടു 0 കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? y1 ഈക്വൽ ടു എക്സ് ക്യൂബ് എന്താണ്? ഈസ് എ സൊല്യൂഷൻ. എന്തിൻ്റെ? ഈസ് എ ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കുക. ഈസ് എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ എ. ഇതേപോലെ നമുക്ക് അടുത്തതും കണ്ടുപിടിക്കണം. അടുത്തതിന് നമ്മൾ എന്ത് കൊടുക്കുക? അടുത്തതിന് ഞാൻ y2 കൊടുത്തു. y2 അല്ല, y2 ഈക്വൽ ടു എക്സ് റേസ് ടു 4. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് സ്ക്വയർ. ഇനി yക്ക് എന്ത് കൊടുക്കുക? y2 ഡബിൾ ഡാഷ് മൈനസ് 6y2 ഡാഷ് പ്ലസ് 12y2 ഈക്വൽ ടു 0. നമുക്ക് എന്തൊക്കെ വേണം? y2 ഡാഷും y2 ഡബിൾ ഡാഷും. y2 ഡാഷ് എന്താ വരിക? 4x ക്യൂബ്, ഇതിൻ്റെ ഡെറിവേറ്റീവ്. y2 ഡബിൾ ഡാഷ് എന്താ വരിക? ഇതിൻ്റെ ഡെറിവേറ്റീവ് 4 ഇൻറ്റു 3x സ്ക്വയർ എന്ത് വരും? 12x സ്ക്വയർ എന്ന് വരും. ഇനി ഇക്വേഷനിൽ കൊടുത്തൂടെ? ഇക്വേഷൻ നമ്പർ ഈ 2ൽ ഇട്ട് കൊടുത്തേ. എക്സ് സ്ക്വയർ ഇൻറ്റു y2 ഡബിൾ ഡാഷ് എന്താ? 12x സ്ക്വയർ മൈനസ് 6x ഇൻറ്റു y2 ഡാഷ് എന്താ? 4x ക്യൂബ്
പ്ലസ് 12 ഇൻറ്റു y2 എന്താണ് എക്സ് റേസ് ടു 4 ഈക്വൽ ടു 0. എക്സ് സ്ക്വയറും ചേർന്നാൽ എന്താ വരിക എക്സ് റേസ് ടു 4 ആ 12 അവിടെ ഇട്ട് കൊടുത്തു മൈനസ് 6 ഇൻറ്റു 4 24 എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് എക്സ് റേസ് ടു 4 പ്ലസ് ഇതെന്ത് വരും 12 എക്സ് റേസ് ടു 4 വരും. ഇനി ഇവിടെ ഒരു പ്ലസ് 12 എക്സ് റേസ് ടു 4ഉം പ്ലസ് 12 എക്സ് റേസ് ടു 4 ഉണ്ട്. അത് രണ്ടും കൂടി കൂട്ടി എത്ര എണ്ണമായി 24 എക്സ് റേസ് ടു 4 മൈനസ് ഇവിടെ ഉള്ള 24 എക്സ് റേസ് ടു 4. 24 എക്സ് റേസ് ടു 4ൽ നിന്ന് 24 എക്സ് റേസ് ടു 4 പോയാൽ എന്താണ് 0. സെയിം സാധനമല്ലേ ഇത് രണ്ടും കിടക്കുന്നത്. സോ എന്ത് കിട്ടി 0 കിട്ടി. അതുകൊണ്ട് y2 ഈക്വൽ ടു എക്സ് റേസ് ടു 4ഉം എന്ത് തന്നെയാണ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ എ. അപ്പോൾ സൊല്യൂഷൻ ആണെന്ന് വെരിഫൈ ചെയ്തല്ലോ. ഇനി നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കണം ജനറൽ സൊല്യൂഷൻ കൂടി കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണ് c1y1 പ്ലസ് c2y2. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് വ്രോണസ്കിൻ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. വ്രോണസ്കിൻ ഈക്വൽ ടു 0 കിട്ടുകയാണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻറ്റും നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും. അപ്പം തന്നിട്ടുള്ള y1 y2 എടുത്തോ. ചോദ്യത്തെ തന്നിട്ടുണ്ട് y1 എന്ന് പറയുന്നത് എന്താണ് എക്സ് ക്യൂബാണ്, y2 എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 ആണ്. അപ്പം വ്രോണസ്കിൻ നമുക്കറിയാം വ്രോണസ്കിൻ ഓഫ് y1 y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഇനി y1 എക്സ് ക്യൂബാണെങ്കിൽ y1 ഡാഷ് എന്താ വരിക 3x², അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇനി y2 എക്സ് റേസ് ടു 4 ആണെങ്കിൽ y2 ഡാഷ് എന്താണ് 4x³. അങ്ങനെയാണെങ്കിൽ വ്രോണസ്കിൻ ഓഫ് x³ എക്സ് റേസ് ടു 4 എന്താ വരിക ഡിറ്റർമിനൻ്റ് ഓഫ് x³ എക്സ് റേസ് ടു 4 y1 ഡാഷിനും y2 ഡാഷിനും ഇട്ട് കൊടുക്കുക 3x²ഉം 4x³ഉം. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ പോരെ. എന്താ വരിക ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് x³ ഇൻറ്റു 4x³ മൈനസ് രണ്ടെണ്ണം വരികയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് അതായത് ഓർഡർ 2/2 ആണ്. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. x³ ഇൻറ്റു 4x³ മൈനസ് എക്സ് റേസ് ടു 4 ഇൻറ്റു 3x² ഈക്വൽ ടു x³ ഇൻറ്റു x³ എത്രയാണ് വരിക എക്സ് റേസ് ടു 6. ഈ 4 അതേപോലെ എഴുതി മൈനസ്. ഇനി എക്സ് റേസ് ടു 4 ഇൻറ്റു എക്സ് റേസ് ടു 2 എന്താ വരിക എക്സ് റേസ് ടു 6. ഞാൻ ആ 3 അവിടെ എഴുതി. ഇതെങ്ങനെയാണ് ചെയ്യാം എക്സ് റേസ് ടു n ഇൻറ്റു എക്സ് റേസ് ടു m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു n പ്ലസ് m. അപ്പം x² ഇൻറ്റു എക്സ് റേസ് ടു 4 എന്താ വരിക എക്സ് റേസ് ടു 2 പ്ലസ് 4. അങ്ങനെയാണ് എക്സ് റേസ് ടു 6 ആയത്. ഇതും നമ്മൾ അതേപോലെയാണ് ചെയ്ത് എക്സ് റേസ് ടു 3 പ്ലസ് 3. ഇനി 4 എക്സ് റേസ് ടു 6ൽ നിന്നും 3 എക്സ് റേസ് ടു 6 പോയാൽ അതായത് 4 ചോക്ലേറ്റ്സ് നിന്ന് ഒരു ചോക്ലേറ്റ് പോയാൽ പിന്നെ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ചോക്ലേറ്റിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത് എക്സ് റേസ് ടു 6. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി വ്രോണസ്കിൻ എന്താ കിട്ടിയത് നോട്ട് ഈക്വൽ ടു 0 എക്സ് റേസ് ടു 6 അല്ലേ കിട്ടിയത്. അതുകൊണ്ട് ഇവിടുത്തെ y1 y2 എന്ന് പറയുന്നത് എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ദെർഫോർ വ്രോണസ്കിൻ ഓഫ് y1 y2 നോട്ട് ഈക്വൽ ടു 0. ദെർഫോർ നമുക്ക് എന്ത് എഴുതാം y1 y2 ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇനി നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാം. എന്തായിരുന്നു y ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2. c1 y1 എന്തായിരുന്നു ക്വസ്റ്റ്യനിലുള്ളത് x³ y2 എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4. Therefore y equal to c1 x³ plus c2 x raised to 4 is the general solution of the given differential equation on the interval 0, infinity.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ ദാറ്റ് ദ ഫങ്ഷൻസ് y1 ഈക്വൽ ടു ഇ റേസ് ടു എക്സ്, y2 ഈക്വൽ ടു ഇ റേസ് ടു 2x, y3 ഈക്വൽ ടു ഇ റേസ് ടു 3x form a fundamental set of solutions of the differential equation y triple dash minus 6y double dash plus 11y dash minus 6y equal to 0 on the interval minus infinity infinity from the general solution. അല്ലേ, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എന്താ ചോദിക്കുന്നത്, ഈ y1 y2 y3 എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. ഇവിടെ 3 എണ്ണം വരുന്നുണ്ട്, നേരത്തെ നമ്മൾ 2 എണ്ണേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പറയുന്നത് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ഇവിടെ നിങ്ങൾ നോക്ക്, ഈ ഇക്വേഷൻ കണ്ടോ, തേർഡ് ഓർഡറാണ് വരുന്നത്. ഇവിടെ y ട്രിപ്പിൾ ഡാഷ് ആണ് അല്ലേ. ഇത് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇതെന്താണ്, ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതേപോലെ തന്നെ ഇത് എന്തുമാണ്, ലീനിയറും ആണ്. ലീനിയറിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്, ഇവിടെ കോയിഫിഷ്യൻറ്റ് 1 ആയിരിക്കണം, ഇതിൻ്റെ പവർ 1 ആയിരിക്കണം. കണ്ടോ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പവർ 1 ആണ്. പിന്നെ ഈ y ഡബിൾ ഡാഷ് y, ഇതിൻ്റെയൊക്കെ കൂടെ വേറൊരു yൻ്റെ ടേം വരുന്നുമില്ല അല്ലേ. അപ്പോൾ ഇതെന്താണ്, ലീനിയറും ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, y1 y2 y3. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ 3 സൊല്യൂഷൻ വരുന്നുണ്ട്. 2 എണ്ണാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു, y1 c1 പ്ലസ് y2 c2. 3 എണ്ണാണെങ്കിൽ എന്താ വരിക, y1 c1 പ്ലസ് y2 c2 പ്ലസ് y3 c3. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള y1 y2 y3 എടുത്ത് എഴുതാം. y1 എന്താണ്, ഇ റേസ് ടു എക്സ് ആണ്. y2 എന്താണ്, ഇ റേസ് ടു 2x ആണ്. y3 എന്താണ്, ഇ റേസ് ടു 3x ആണ്. നമുക്ക് ആദ്യം ഈ y1 എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണോ എന്ന് നോക്കാം. അതിനാദ്യം തന്നിട്ടുള്ള ഇക്വേഷനെ ഞാൻ y1ൻ്റെ ടേംസിലോട്ട് എഴുതി. 6y1 ട്രിപ്പിൾ ഡാഷ് മൈനസ് 6y1 ഡബിൾ ഡാഷ് പ്ലസ് 11y1 ഡാഷ് മൈനസ് 6y1 ഈക്വൽ ടു 0. y1 എന്താണ്, ഇ റേസ് ടു എക്സ് ആണ്. എന്തൊക്കെ കണ്ടുപിടിക്കണം, y1 ഡാഷ്, y1 ഡബിൾ ഡാഷ്, y1 ട്രിപ്പിൾ ഡാഷ്. y1നെ ഒരു തവണ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, y1 ഡാഷ് കിട്ടും. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്, ഇ റേസ് ടു എക്സ് തന്നെയാണ്. y1 ഡബിൾ ഡാഷോ, ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം, അതും ഇ റേസ് ടു എക്സ് തന്നെ വരും. y1 ട്രിപ്പിൾ ഡാഷോ, ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം, അതും എന്ത് തന്നെ വരും, ഇ റേസ് ടു എക്സ് തന്നെ വരും. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തൂടെ, ഇതെന്താ കിട്ടിയത്, ഇ റേസ് ടു എക്സ് മൈനസ് 6 ഇ റേസ് ടു എക്സ് പ്ലസ് 11 ഇ റേസ് ടു എക്സ് മൈനസ് 6 ഇ റേസ് ടു എക്സ്. ഇവിടെ നോക്ക്, ഒരു ഇ റേസ് ടു ഒരു ഇ റേസ് ടു എക്സിന്ന് 6 ഇ റേസ് ടു എക്സ് പോയാൽ എത്രയാ, ഞാൻ പറഞ്ഞില്ലേ ഇത് സെയിം സാധനം കിടക്കുന്നത്. ഒരേ സാധനം, ഇപ്പം ഞാൻ പറയഎന്താ, 5 ചതുരമുണ്ട് ഇവിടെ. 5 ചതുരത്തിൽ നിന്ന് 4 ചതുരങ്ങൾ പോയാൽ ബാക്കി 1 ചതുരല്ലേ ഉണ്ടാകുള്ളൂ. ഇനി 4 ചതുരത്തിൽ നിന്ന് 5 ചതുര പോകുന്നതെന്ന് വെച്ചോ, 4ൽ നിന്ന് 5 പോയാൽ ഇവിടെ ചെറുതായതുകൊണ്ട് ഒരു -1 ആയിരിക്കും ഉണ്ടാകുക അല്ലേ, -1 ചതുരം ഉണ്ടാവുക. അതേപോലെ തന്നെ ഒരു ഇ റേസ് ടു എക്സിൽ നിന്നും ഇവിടെ എത്ര എക്സാണ് നമ്മൾ കുറയ്ക്കുന്നത്, എത്ര എണ്ണ കൊടുക്കുന്നത്, 6 ഇ റേസ് ടു എക്സ്. ഒരെണ്ണത്തിൽ നിന്ന് 6 ഇ റേസ് ടു എക്സ് പോയി കഴിഞ്ഞാൽ എത്ര എണ്ണ വരിക, -5 ഇ റേസ് ടു എക്സ്. ചെറുതിൽ നിന്നും വലുതായതുകൊണ്ടാണ് മൈനസ് വന്നത്. അപ്പം ഇതെന്ത് വരും, -5 ഇ റേസ് ടു എക്സ്. ഇനി 11 എണ്ണത്തിൽ നിന്ന് 6 എണ്ണം പോയാൽ എത്ര വരിക, 5 എണ്ണം അല്ലേ. ഇതെന്താ, സെയിം സാധനമാണ്, നെഗറ്റീവും പോസിറ്റീവും വന്നാൽ 0 ആയിരിക്കും. സോ y1 എന്താണ്, സൊല്യൂഷനാണ്. ഈസ് എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 1. നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് y2 നോക്കാം. y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇ റേസ് ടു 2x അല്ലേ. നോക്കാം, അതിന് നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷനെ y2ൻ്റെ ടേംസിലോട്ട് എഴുതണ്ടേ. y2 ട്രിപ്പിൾ ഡാഷ് മൈനസ് 6y2 ഡബിൾ ഡാഷ് പ്ലസ് 11y2 ഡാഷ് മൈനസ് 6y2 ഈക്വൽ ടു 0. എന്തൊക്കെ കണ്ടുപിടിക്കണം, എന്താ, y2 ഡാഷ്, y2 ഡബിൾ ഡാഷ്, y2 ട്രിപ്പിൾ ഡാഷ്. y2 എന്താണ്, ഇ റേസ് ടു 2x. y2 ഡാഷ് എന്താണ്, ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക. ഇ റേസ് ടു, നമുക്കറിയാം ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് ഇ റേസ് ടു എക്സ് ആയത്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഈ മേലെ ഉള്ളതിൻ്റെ ഡെറിവേറ്റീവ് 1, അങ്ങനെയാണ് ഇ റേസ് ടു എക്സ് ആയത്.
അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു 2x ഡെറിവേറ്റീവ് എന്താ വരിക? ഇ റേസ് ടു 2x ഇൻറ്റു മേലെ ഉള്ളതിൻ്റെ ഡെറിവേറ്റീവ് 2x ഡെറിവേറ്റീവ് 2. അപ്പോൾ ഇതെന്ത് വരും? 2 ഇ റേസ് ടു 2x. ഇതാണ് y2 ഡാഷ്. ഇനി y2 ഡബിൾ ഡാഷ് എന്താ ചെയ്യേണ്ടത്? y2 ഡാഷിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം അല്ലേ? 2 ഇൻറ്റു ഇ റേസ് ടു 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു 2x ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു 2x ഇൻറ്റു മേലെയുള്ള 2x ഡെറിവേറ്റീവ് 2. 2 ഇൻറ്റു 2 4 ഇ റേസ് ടു 2x. ഇനി y2 ട്രിപ്പിൾ ഡാഷ്, അത് ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. 4 കോൺസ്റ്റൻ്റ് ആണ്, അതേപോലെ എഴുതി. ഇ റേസ് ടു 2x ഡെറിവേറ്റീവ് ഇ റേസ് ടു 2x ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 8 ഇ റേസ് ടു 2x. ഇനി നമുക്കിതാ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തൂടെ? 8 ഇ റേസ് ടു 2x മൈനസ് 6 ഇൻറ്റു 4 ഇ റേസ് ടു 2x പ്ലസ് 11 ഇൻറ്റു 2 ഇ റേസ് ടു 2x മൈനസ് 6 ഇ റേസ് ടു 2x. എന്താ വരിക? 8 ഇ റേസ് ടു 2x മൈനസ് 6 4 24 ഇ റേസ് ടു 2x പ്ലസ് 11 ഇൻറ്റു 2 22 ഇ റേസ് ടു 2x മൈനസ് 6 ഇ റേസ് ടു 2x. ഇനി നിങ്ങൾ നോക്കുക, അതാ സെയിം സാധനം കിടക്കുന്നത്. സെയിം സാധനം കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഉള്ളത് കുറച്ചാൽ മതി. എന്നിട്ട് ഇത് ഇട്ട് കൊടുത്താൽ പോരെ? 8 ന്ന് 24 പോയാൽ എത്രയാണ് വരിക? മൈനസ് 16. എന്നിട്ട് കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കുക. ഇനി പ്ലസ് ഇതേപോലെ ഇവിടെയും സെയിം സാധനം. അപ്പോൾ ഇത് തമ്മിൽ കുറച്ചാൽ മതി. 22 ന്ന് 6 പോയാൽ എത്രയാണ് വരിക? 16 ഇ റേസ് ടു 2x. ദാ ഒരേ സാധനം നെഗറ്റീവും പോസിറ്റീവും വന്നാൽ അതെന്തായിപ്പോവും? 0 ആയിപ്പോകും. സോ നമുക്കിവിടെ എന്ത് പറയാം? y2 ഈക്വൽ ടു ഇ റേസ് ടു 2x എന്താണ്? ഈസ് എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് എന്തും കൂടി ചെക്ക് ചെയ്യണം. y3 എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് തന്നിട്ടുള്ള ഇക്വേഷനെ ഞാൻ y3ൻ്റെ ടേംസിലോട്ട് എഴുതി ഇത് ഓരോന്നും കണ്ടുപിടിച്ച് ഇതിലിട്ട് കൊടുക്കുമ്പം ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് എന്താണോ ഉള്ളത് അത് നമുക്ക് കിട്ടണം, എങ്കിലേ അത് സൊല്യൂഷൻ ആവുള്ളൂ. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? y3 എന്ന് പറയുന്നത് ഇ റേസ് ടു 3x ആണ്. അങ്ങനെയാണെങ്കിൽ y3 ഡാഷ് എന്താ? ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഞാൻ പറഞ്ഞു ഇ റേസ് ടു 3x ഡെറിവേറ്റീവ് ഇ റേസ് ടു 3x ഇൻറ്റു 3x ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 3 ഇ റേസ് ടു 3x വരും. ഇനി y3 ഡബിൾ ഡാഷ് എന്തിൻ്റെ ഡെറിവേറ്റീവ്? ഇതിൻ്റെ 3 ഇൻറ്റു ഇ റേസ് ടു 3x ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇ റേസ് ടു 3x. ഇനി y3 ട്രിപ്പിൾ ഡാഷ് എന്താ വരിക? ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? 9 ഇ റേസ് ടു 3x ഇൻറ്റു 3 9 ഇൻറ്റു 3 27 ഇ റേസ് ടു 3x. ഇനി ഇക്വേഷനിൽ കൊടുത്തൂടെ? 27 ഇ റേസ് ടു 3x മൈനസ് 6 ഇൻറ്റു 9 ഇ റേസ് ടു 3x പ്ലസ് 11 ഇൻറ്റു y3 ഡാഷ് എന്തായിരുന്നു? 3 ഇ റേസ് ടു 3x മൈനസ് 6 ഇ റേസ് ടു 3x. 27 ഇ റേസ് ടു 3x മൈനസ് ഇങ്ങനെ ഒരേ സാധനമാണ് കൂടെ ഉള്ളതെങ്കിൽ ഇതിൻ്റെ കൂടെ ഉള്ളത് കുറച്ചാൽ മതി. 27 ന്ന് 54 പോയി കഴിഞ്ഞാൽ മൈനസ് 27 കേട്ടോ. എന്നിട്ട് അത് ഇട്ട് കൊടുക്കാം. പ്ലസ് ഇനി 33 ന്ന് 6 പോയാൽ എത്രയാണ് വരിക? 27 ഇ റേസ് ടു 3x. ഒരേ സാധനം നെഗറ്റീവും പ്ലസും വന്നപ്പം 0. ദെയർഫോർ y3 ഈക്വൽ ടു ഇ റേസ് ടു 3x എന്താണ്? ഈസ് എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ജനറൽ സൊല്യൂഷന് മുന്നേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വ്രോൺസ്കിയൻ കണ്ടുപിടിക്കണം അല്ലേ? എന്തിനാണ് വ്രോൺസ്കിയൻ കണ്ടുപിടിക്കുന്നത്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് നമുക്ക് അറിയണം സൊല്യൂഷൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ y1 y2 y3ൻ്റെ ഒക്കെ സെക്കൻഡ് ഡെറിവേറ്റീവും ഫസ്റ്റ് ഡെറിവേറ്റീവും ഒക്കെ കണ്ടുപിടിച്ച് വെച്ചത്. അപ്പം അത് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതി. ഇനി ഇതിൽ ഓരോന്നിൽ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ ഉത്തരമായി. എങ്ങനെ ഡിറ്റർമിനൻ്റ് കാണുക? ആദ്യത്തേത് എടുത്ത് എഴുതാം. എന്താ? e⁻x ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എന്ത് ചെയ്യുക? ഇവിടെ 3 എണ്ണം ഉള്ളതുകൊണ്ട് നമ്മളിതാ ഈ കോളും ഈ റോയും പോക്കുക. ബാക്കി 4 എണ്ണം ഉണ്ടല്ലോ, അത് നമ്മൾ എഴുതുക. എന്താണ് ബാക്കി 4 എണ്ണം? 2e⁻2x 3e⁻3x പിന്നെയോ 4e⁻2x 9e⁻3x. നെക്സ്റ്റ് സൈൻ എപ്പോഴും ഓർത്തോളാം മൈനസ് ആയിരിക്കും, എല്ലാത്തിലും മൈനസ് ആയിരിക്കും. എന്നിട്ടോ രണ്ടാമത്തത് എടുത്തെഴുതുക. എന്താണ്? e⁻2x. അടുത്തതോ ഈ കോളും ഈ റോയും പോയ ബാക്കി ഈ 4 എണ്ണം എടുത്തെഴുതുക. എന്താ വരിക? e⁻x 3e⁻3x 9e⁻3x ഇവിടെ e⁻x വരും. അടുത്ത സൈൻ എപ്പോഴും എന്താ വരിക? പ്ലസ്. അടുത്തത് ഏതാ ഉള്ളത്? e⁻3x. ഇനി ഈ കോളും ഈ റോയും പോക്ക്, ബാക്കി 4 എണ്ണം എഴുതുക. e⁻x 2e⁻2x e⁻x 4e⁻2x. e⁻x ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. 2e⁻2x ഇൻറ്റു 9e⁻3x. എങ്ങനെയാണ് ചെയ്യാം? അത് ഈ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 9 എന്താണ്? 18. e⁻2x ഇൻറ്റു e⁻3x എത്രയാണ് വരിക? ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചു തരാം. e⁻2x ഇൻറ്റു e⁻3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻2x പ്ലസ് 3x ആണ്, അതായത് e⁻5x ആണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ e⁻x ഇൻറ്റു e⁻y എന്താ? e⁻x പ്ലസ് y ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്ത് വരും? e⁻5x. അടുത്തത് e⁻5x മൈനസ് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്ത് അടുത്ത സൈൻ ഏതാ ഇടേണ്ടത്? മൈനസ്. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. 4 ഇൻറ്റു 3 എത്രയാ? 12. e⁻3x ഇൻറ്റു e⁻2x എന്താ വരിക? e⁻3x പ്ലസ് 2x. അതും എന്ത് തന്നെ? e⁻5x. മൈനസ് e⁻2x ഇൻറ്റു ഇവിടെയോ e⁻x ഇൻറ്റു ഇവിടെ e⁻xൻ്റെ കൂടെയുള്ള കോയിഫിഷ്യൻറ്റ് 1 ഇൻറ്റു 9 എന്ത് തന്നെയാണ്? 9. e⁻x ഇൻറ്റു e⁻3x എന്താ വരിക? e⁻4x മൈനസ് ഇവിടെയോ 3 ഇൻറ്റു 1 3. e⁻3x ഇൻറ്റു e⁻x എന്താ വരിക? e⁻4x പ്ലസ് e⁻3x ഇൻറ്റു ഇവിടെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. 1 ഇൻറ്റു 4 എന്താണ്? 4. e⁻x ഇൻറ്റു e⁻2x e⁻3x. അതെങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് അറിയാലോ. e⁻x ഇൻറ്റു e⁻y ഇങ്ങനെ എഴുതാം. അപ്പോൾ e⁻x ഇൻറ്റു e⁻2x നിങ്ങളിങ്ങനെ മുകളിൽ കൂട്ടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് e⁻3x കിട്ടും. മൈനസ് 2 ഇൻറ്റു കോയിഫിഷ്യൻറ്റ് 1 2. e⁻2x ഇൻറ്റു e⁻3x എന്താ? e⁻x എന്താണ്? e⁻3x. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിത് തമ്മിൽ കുറച്ചെഴുതാം. ഇതെന്താണ്? e⁻x. നിങ്ങൾ നോക്ക്, സെയിം സാധനം കിടക്കുന്നത് e⁻5x. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ കുറച്ചാൽ മതി. 18 നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 6e⁻5x. ഇവിടെ ഇൻറ്റു ആണേ. മൈനസ് e⁻2x ഇൻറ്റു ഇവിടെയും സെയിം സാധനം കിടക്കുന്നത്. അപ്പം 9 നിന്ന് 3 കുറച്ചാൽ 6e⁻4x പ്ലസ് e⁻3x ഇൻറ്റു ഇവിടെ എന്താ വരിക? ഇവിടെ നിങ്ങൾ നോക്കും, ഇതും ഒരേ സാധനം. 4 നിന്ന് 2 കുറച്ചാൽ 2e⁻3x വരും. ഇനിയോ ഈ 6നെ ഞാൻ ആദ്യം എഴുതി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? e⁻x ഇൻറ്റു e⁻y നമ്മൾ നേരത്തെ എഴുതിയ ഫോമിൽ e⁻x പ്ലസ് 5x. മേലുള്ളത് അങ്ങ് കൂട്ടി എഴുതുക. ഇവിടെ 6 ഞാൻ ആദ്യം എഴുതി. ഈ 2x 4x കൂടി മേലെ കൂട്ടി പ്ലസ് 2വിനെ ആദ്യം എഴുതി. ഈ e⁻3xനെയും 3xനെയും ഞാൻ കൂട്ടി. എന്ത് വരും? 6e⁻, 5xും 1x കൂടി കൂട്ടിയാൽ 6x മൈനസ് 2x 4x കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 6x പ്ലസ് 2e⁻6x. ഇതൊരേ സാധനം ഒരു നെഗറ്റീവും പ്ലസ്സും വന്നപ്പോൾ ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി 2e⁻6x. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വ്രോണസ്കിയൻ ഓഫ് y1 y2 y3 എന്ന് പറയുന്നത് എന്തല്ല? 0 അല്ല. നമുക്കതെന്താ കിട്ടിയത്? 2e⁻6x ആണ്. അതുകൊണ്ട് y1 y2 ആൻഡ് y3 എന്ന് പറയുന്നത് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്.
ഇനി നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാമല്ലോ. എന്തായിരുന്നു? y ഈക്വൽ ടു c1y1 പ്ലസ് c2y2 പ്ലസ് c3y3. ദാറ്റ് ഈസ് y ഇസ് ഈക്വൽ ടു c1 y1 എന്തായിരുന്നു? e റേസ് ടു എക്സ്, c2 e റേസ് ടു 2x പ്ലസ് c3 e റേസ് ടു 3x. അപ്പോൾ ഇതാണ് നമ്മളെ ജനറൽ സൊല്യൂഷൻ വരുന്നത്. എഴുതിക്കോളാം. ഈസ് ദി ജനറൽ solution of the given differential equation on the interval minus infinity comma infinity.